ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. ആൻസൈറ്റി സീരീസിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഭയത്തെ പറ്റിയാണ്. നമുക്കെല്ലാവർക്കും ഭയം ഉണ്ടാവും. ഈ ഭയം എങ്ങനെ ഉണ്ടാവുന്നു എന്ന് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പറയാൻ പോകുന്നത് ഈ ഭയം എങ്ങനെ സ്ഥായിയായി നിലനിൽക്കുന്നു. അതായത് പല സാഹചര്യത്തിലും സന്ദർഭത്തിലും ഈ ഭയം പോകുന്നില്ല, നമ്മൾ വിട്ടു പോകുന്നില്ല. ഒരു പ്രാവശ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു. ഇതെങ്ങനെ നിലനിൽക്കുന്നു, ഇത് പോകാതിരിക്കാനുള്ള കാരണം എന്ത്, ഇതാണ് ഇന്ന് നോക്കുന്നത്. ഭയത്തെപ്പറ്റി പറയുന്നതിന് മുമ്പ് ആദ്യം എനിക്ക് പറയാനുള്ളത് ഒരു പരീക്ഷണത്തെ പറ്റിയാണ്. 1904 ഇയാൻ പാവ്ലോ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ പട്ടിയെ വെച്ച് ഒരു പരീക്ഷണം നടത്തി. എന്താണെന്നല്ലേ പരീക്ഷണം? അദ്ദേഹം പട്ടിയുടെ വായിൽ ഒരു ഉമിനീരിൻ്റെ പാത്രം വെച്ചു, ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചു. ശേഷം എന്ത് ചെയ്തു? ശേഷം ഈ പട്ടിക്ക് ഇറച്ചി കാണിച്ചു കൊടുത്തു. ഇറച്ചി കാണിക്കുന്ന സമയത്തൊക്കെ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക? പട്ടിയുടെ വായിൽ നിന്ന് ഉമിനീര് പാത്രത്തിലേക്ക് ഒഴുകി വന്നു. ഇത് തുടർച്ചയായി അദ്ദേഹം ചെയ്തു. പട്ടിക്ക് ഇറച്ചി കാണിക്കുന്നു, ഉമിനീര് വരുന്നു, ഇറച്ചി കാണിക്കുന്നു, ഉമിനീര് വരുന്നു. ഇങ്ങനെ ചെയ്തതിന് ശേഷം അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ചെയ്തു. ആദ്യം ഒരു ബെല്ലടിക്കുന്നു, ശേഷം ഇറച്ചി കാണിക്കുന്നു, ആ സമയത്ത് ഉമിനീര് വരുന്നു, പട്ടിയുടെ വായിൽ നിന്ന് ഉമിനീര് വരുന്നു. അങ്ങനെ തുടർച്ചയായി ബെല്ലടിക്കുക, ഇറച്ചി കാണിക്കുക, ഉമിനീര് വരിക, ഈ പ്രോസസ്സ് തുടർന്നുകൊണ്ടേയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ബെല്ലടിക്കുന്ന സമയത്ത് തന്നെ ഉമിനീര് വരാൻ തുടങ്ങി. അതായത് ഇറച്ചി കാണിക്കേണ്ട ആവശ്യം പോലുമില്ലാത്ത ഒരവസ്ഥ സംജാതമായി. അപ്പോൾ ഇതെന്താ സംഭവിച്ചത്? ഈ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ ബെല്ലുമായിട്ട് പട്ടി ഒരു അസോസിയേറ്റ് ലേണിംഗ് ഉണ്ടാക്കി. എങ്ങനെ? ബെല്ല് ഇറച്ചി, ബെല്ലടിച്ചാൽ എനിക്ക് ഇറച്ചി കിട്ടും. അതായത് ബെല്ലിനെ ഇറച്ചിയുമായിട്ട് ഒരു അസോസിയേറ്റീവ് ലേണിംഗ്. ഇതിനെ പറയുന്ന പേരാണ് കണ്ടീഷനിങ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന പേരിൽ ലോകവ്യാപകമായിട്ട് ഈ പഠനം അറിയപ്പെടുന്നു. ഇതിൻ്റെ പേരിൽ ഇയാൻ പാവ്ലോക്ക് നോബൽ പ്രൈസ് വരെ കിട്ടി. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എത്ര പവർഫുള്ളായ ഒരു പഠനമായിരിക്കും ഇത്. ഇനി ഇത് എന്തിനാണ് ഞാൻ ഭയത്തിൻ്റെ പേരിൽ പറയുന്നു, അത് നമുക്ക് നോക്കാം. പലപ്പോഴും ഭയം ഉണ്ടാവുന്നതും അത് തുടർന്നു പോകുന്നതും ഇതേപോലെ കണ്ടീഷനിങ് കൊണ്ടാണ്. ഒരു സാഹചര്യത്തിൽ ഒരു ഭയം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ സാഹചര്യമായിട്ട് ഭയം എന്ത് ചെയ്യുന്നു? കണ്ടീഷനിങ് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ പറയാം. ഞാനൊരു വഴിക്ക് പോകുന്നു. ആ വഴിക്ക് പോകുന്ന സമയത്ത് ഒരു പാമ്പ് കടിക്കുന്നു. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെ ഹോസ്പിറ്റലിലെത്തി രക്ഷപ്പെടുന്നു. ശേഷം എനിക്ക് എന്തുണ്ടാവും? ഉറപ്പായിട്ടും പേടിയുണ്ടാവും, പ്രത്യേകിച്ച് പാമ്പിനെ. മാത്രവുമല്ല ആ വഴിയിലൂടെ പോകാൻ തന്നെ പേടി വരും. പ്രത്യേകിച്ച് എനിക്ക് കടിയേറ്റ സ്ഥലത്തിനോട് ഒരു കണ്ടീഷൻ നടക്കും. ആ സ്ഥലത്തെത്തുമ്പോൾ ഒരു വല്ലാത്ത പേടി ഇരച്ച് കയറും. എന്തുകൊണ്ട്? ഈ സ്ഥലവുമായിട്ട് എൻ്റെ മൈൻഡ് ഒരു കണ്ടീഷനിങ് നടത്തി. ഇപ്പം ഇതുപോലെ എല്ലായിടത്തും നടക്കും. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമ്മളെ വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ എന്താണോ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ആ സമയത്ത് എന്ത് സൗണ്ടാണ് കേട്ടിട്ടുള്ളത്, അതുമല്ലെങ്കിൽ ആ സമയത്ത് എന്ത് ഗന്ധമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യും. ഉദാഹരണം പറയുകയാണെങ്കിൽ അവിടെ ഫിനോയിലിൻ്റെ ഗന്ധം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഫിനോയിലിൻ്റെ ഗന്ധം വരുന്ന സമയത്തൊക്കെ നമുക്ക് ഈ പേടി വരും. പ്രത്യേകിച്ച് ഇദ്ദേഹം മരിച്ചതിൻ്റെ, നമ്മളേറ്റവും വേണ്ടപ്പെട്ട ആൾ മരിച്ചതിൻ്റെ ഒരു സങ്കടമൊക്കെ ഇരച്ച് കയറും. എന്തുകൊണ്ട്? ഇതിനെ മൈൻഡ് അസോസിയേറ്റ് ചെയ്തു. ഞാൻ എൻ്റെ ഏറ്റവും ഓർമ്മയുള്ളൊരു സംഭവം പറയാം. നമ്മളൊക്കെ ചെറുപ്പകാലം അറിയാമല്ലോ, ആ സമയത്ത് ടി വി ഒക്കെ നോക്കുന്നതിന് നമ്മൾ നിഷ്കർഷത ഉണ്ടായിരുന്നു, ശക്തമായ നിഷ്കർഷത. അപ്പം ഞാൻ അയൽ വീട്ടിൽ പോയി ഒരു ദിവസം ടി വി നോക്കുകയായിരുന്നു. ആ സമയത്ത് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മ ഒച്ചത്തിൽ നിലവിളിച്ചു. അപ്പോൾ ഇത് കേട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. നോക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു കുളമുണ്ട്. ആ കുളത്തിൽ ഒരാൾ മരിച്ചു കിടക്കുന്നു. 3 ദിവസത്തെ പഴക്കമുണ്ട്. അതായത് ഈ കണ്ണൊക്കെ മീൻ തിന്നിട്ട് ഒന്നും ഇല്ലാത്തൊരവസ്ഥ. അതിനുശേഷം ഞാൻ അന്ന് കണ്ടുകൊണ്ടിരുന്ന ടി വി പ്രോഗ്രാമിനെ പറ്റി ആരെങ്കിലും പറയുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ ഒരു വല്ലാത്ത പേടി ഇരച്ച് കയറും. അതിപ്പോഴും അങ്ങനെ തന്നെ. എന്തുകൊണ്ട്? ഒരു കണ്ടീഷനിങ് അവിടെ നടന്നു. ഈ മരണം ടി വി പ്രോഗ്രാമായിട്ട് ഒരു അസോസിയേറ്റീവ് ലേണിംഗ് നടന്നു. അപ്പോൾ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളെ മനസ്സ് അത് എന്ത് ചെയ്യില്ല, അത് പുറത്ത് കളയില്ല. ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. ഇത് പേടിയുടെ കാര്യത്തിൽ മാത്രമല്ല, അറപ്പിൻ്റെയും വെറുപ്പിൻ്റെ ഒക്കെ കാര്യത്തിൽ സെയിമാണ്. നിങ്ങളൊരു ഹോട്ടലിൽ പോവാണ്. ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിക്കുകയാണ്. ബിരിയാണി കഴിക്കുന്ന കൂട്ടത്തിൽ ഒരു കൂറയും കിട്ടി, വായിലിട്ട് പോയി. വായിലിട്ടതിന് ശേഷം നമ്മളത് കാണുന്നത്, നിങ്ങൾക്ക് കൂറ എന്ന് പറയുന്നത് ശക്തമായ വെറുപ്പുള്ള ഒരു ജീവിയാണ്. അങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കുക? ഛർദ്ദിക്കാൻ സാധ്യതയുണ്ട്. മാത്രവുമല്ല നമ്മൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാതെ പോകും. എൻ്റെ ചോദ്യം, 1 വർഷം കഴിഞ്ഞിട്ട് അവിടെ പോയി നിങ്ങൾ ബിരിയാണി കഴിക്കുമോ? സാധ്യതയില്ല. കാരണം അവിടെ എത്തുമ്പോൾ കണ്ടീഷനിങ്, നമ്മളെ മനസ്സ് ഒരു അവേഴ്ഷൻ ഉണ്ടാക്കും. ബിരിയാണി തൊടാൻ പോലും പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. ചില ആൾക്കാർക്ക് ജനറലൈസേഷൻ നടക്കും. എന്താണ് ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ, ഈ ഒരു അറപ്പ് പൊതുവെ എല്ലായിടത്തെ ബിരിയാണിയോടും ഉണ്ടാവും. പിന്നെ ഇവിടെ നിന്നും ബിരിയാണി കഴിക്കാൻ പറ്റാത്ത അവസ്ഥ എത്തും. അത് കുറച്ചും കൂടി ഡേഞ്ചറാണ്. അതായത് കണ്ടീഷനിങ് ജനറലൈസേഷൻ ആവും. എല്ലായിടത്തും അതേ വെറുപ്പുണ്ടാവും. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് ഏതെങ്കിലും രാജ്യക്കാരെ കൊണ്ടൊരു മോശം അനുഭവം ഉണ്ടായി വിചാരിച്ചോ, പിന്നെ
കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ ആ രാജ്യക്കാർ മൊത്തം മോശം എന്ന അനുഭവത്തിൽ പിന്നീട് ആരോട് ഇടപെടുമ്പോഴും അതേ ഫിയറും പേടിയും ഉണ്ടാകുന്ന അവസ്ഥ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത് ഒരു വസ്തുവായിട്ടോ സ്ഥലമായിട്ടോ വ്യക്തിയായിട്ടോ നമുക്കൊരു മോശം അനുഭവം ഉണ്ടാവുകയും പേടി ഉണ്ടാവുകയും ആ പേടി പിന്നീട് അദ്ദേഹത്തെ കാണുമ്പോൾ അല്ലെങ്കിൽ ആ സ്ഥലം കാണുമ്പോൾ ആ സാഹചര്യത്തിലെത്തുമ്പോൾ ഉണ്ടാവുന്നതിനെയാണ്. മറ്റൊരു ഉദാഹരണം കൂടി പറയാം. നമ്മൾ ചെറുപ്പത്തിൽ സ്റ്റേജിൽ കയറി ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ നമുക്ക് അത് ഭംഗിയായി അവതരിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ആ സമയത്ത് ആൾക്കാരൊക്കെ കൂവി. എന്താ സംഭവിക്കുക? അതിനുശേഷം നിങ്ങൾക്ക് സ്റ്റേജിൽ കയറുമ്പോൾ ഒരു വല്ലാത്തൊരു ആൻസൈറ്റി ഉണ്ടാവും. എന്തുകൊണ്ട്? പണ്ട് ഈ കൂവിയത് നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടാവില്ല. അതായത് സ്റ്റേജ് തന്നെ ഒരു മോശം അനുഭവമായിട്ട് മാറും. അപ്പോൾ ഒരിക്കൽ ഒരു കാര്യം കണ്ടീഷൻ ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവമാണെങ്കിലും അത് റിപ്പീറ്റഡ് ആവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ബൈക്കിൽ പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ആക്സിഡൻറ്റ് ഉണ്ടായെന്ന് വിചാരിച്ചോ, അപ്പോൾ ആ സ്ഥലത്തെത്തുമ്പോൾ വല്ലാത്തൊരു പേടി നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു പറഞ്ഞാൽ കണ്ടീഷനിങ്. ഈ കണ്ടീഷനിങ് ഒഴിവാക്കാത്ത കാലത്തോളം നമ്മുടെ പേടി നമുക്കൊരിക്കലും മായാൻ പോകുന്നില്ല. പലപ്പോഴും പല ഭയങ്ങളും ചെറുപ്പത്തിലെ ഉണ്ടാക്കിയ കണ്ടീഷൻ കൊണ്ടാണ്. ചെറുപ്പത്തിൽ തന്നെ ഭക്ഷണം കഴിക്കാത്ത സമയത്ത് കൂറയെ പറ്റി പറഞ്ഞിട്ട് നമ്മളെ വീട്ടുകാർ ചിലപ്പോൾ പേടിപ്പിച്ചിട്ടുണ്ടാവും. അതിനുശേഷം കൂറയെ വല്ലാത്ത പേടി നമുക്കുണ്ടാവും, ഭയം ഉണ്ടാവും. എത്ര നമ്മളെ മനസ്സിനെ ഊതി കൊടുത്താലും പറഞ്ഞു കൊടുത്താലും ആ പേടി ആ ഭയം മാറൂല. നമ്മളോട് പറയാണ് കൂറ പാവമാണ്, സാധുവാണ്, ഇന്നവരെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, നമ്മുടെ പുസ്തകങ്ങളൊക്കെ തിന്നിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എത്ര ഉപദേശിച്ചാലും ആ ഭയം മാറില്ല. എന്തുകൊണ്ട്? അത് കണ്ടീഷൻ ചെയ്തിട്ട് ഉള്ളിലാണുള്ളത്. ആ കണ്ടീഷൻ അൺകണ്ടീഷൻ ചെയ്യേണ്ടി വരും. അതായത് ആ കണ്ടീഷൻ ഒഴിവാക്കിയെടുക്കേണ്ടി വരും. അതിന് തെറാപ്പി തന്നെയാണ് ഏറ്റവും നല്ല മാർഗം. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെറുതും വലുതുമായ സാഹചര്യങ്ങളായിട്ടോ സ്ഥലങ്ങളായിട്ടോ വ്യക്തികളായിട്ടോ ഉണ്ടാവും കേട്ടോ. ചെറുപ്പത്തിൽ നമ്മളൊരു അധ്യാപകനെ പേടിച്ച് വിചാരിച്ചോ, ആ അധ്യാപകൻ നല്ല ദേഷ്യക്കാരനായ അടിക്കുന്നൊരു അധ്യാപകൻ എന്ന് വിചാരിച്ചോ, പിന്നീട് നമ്മൾ വലുതായി മുതിർന്ന സമയത്തും അയാളെ കാണുമ്പോൾ ആ പേടി ഉള്ളിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. മാത്രവുമല്ല ചിലപ്പോൾ അത് ജനറലൈസേഷൻ ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മളൊരു കമ്പനിയിൽ കയറി ആ കമ്പനിയിലുള്ള ബോസ് ഇതേപോലെ ദേഷ്യക്കാരനാണെങ്കിൽ നമ്മൾ ഈ അധ്യാപകനോട് പേടിച്ച അതേ പേടി ഇയാളോടും പേടിക്കാൻ സാധ്യതയുണ്ട്. ഒരു കണ്ടീഷനിങ് അങ്ങനെ ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പല രീതിയിലാണ് നമ്മളെ മനസ്സ് കണ്ടീഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ നമ്മളെ മനസ്സിൽ നിന്ന് പോവാത്ത കാലത്തോളം നമ്മൾ എത്ര ഉപദേശിച്ചാലോ കുറ്റപ്പെടുത്തിയാലോ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാലൊന്നും നമ്മുടെ പേടി മാറൂല. അതിന് കൃത്യമായ തെറാപ്പി ചെയ്യേണ്ടി വരും. വീണ്ടും കാണാം. നന്ദി.